എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ റിവീലാണ് കാണിക്കാൻ പോകുന്നത്. ഞാൻ വിചാരിച്ചത് ഡിസംബർ 1 തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിരുന്നായിരുന്നു. പക്ഷെ അപ്പോഴാണ് ബിനോശൻ പറഞ്ഞത് ഫ്രണ്ട് വരുന്നുണ്ട് ദുബൈയിൽ നിന്ന്, അപ്പൊ പുള്ളിയുടെ കയ്യിൽ കുറച്ച് ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ കൊടുത്തു വിടാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു അതും കൂടെ ഒക്കെ വന്നിട്ട് നമുക്ക് പതിയെ ട്രീ റിവീൽ ഇടാവെന്ന് വിചാരിച്ചു. അങ്ങനെ പുതിയ ക്രിസ്മസ് ട്രീ ഒക്കെ ഞങ്ങൾ ഫിക്സ് ചെയ്യുവാണ്. നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. ഇത് 8 ഫീറ്റ് ആണ് ഈ ട്രീ. നല്ല വിട്ടും ഹൈറ്റും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല പാടായിരുന്നു അത് വെക്കാൻ. അങ്ങനെ നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ഉള്ള ഒരു സ്നോ എഫക്റ്റ് ഒക്കെ ഉള്ള പൈൻ ലീഫിന്റെ നാച്ചുറൽ ലീഫിന്റെ ഒരു ലുക്കൊക്കെ ഉള്ള ഒരു ട്രീ തന്നെയാണ് നമുക്ക് കിട്ടിയത്. ഇതിന്റെ ലീഫ് എല്ലാം നമ്മൾ കറക്റ്റ് ആയിട്ട് വെച്ചു കൊടുക്കുകയാണ്, ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്തിട്ട്. ഇത് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഇന്ന് ഡെക്കറേഷൻസ് ഒന്നും നടക്കില്ല എന്ന്. അങ്ങനെ ലേറ്റ് നൈറ്റ് ആയി, അങ്ങനെ പോയി കിടന്നുറങ്ങി. ഇത് നെക്സ്റ്റ് ഡേ ഈവനിങ് മക്കള് സ്കൂളിൽ നിന്നൊക്കെ വന്നു, അവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പതിയെ ഞങ്ങൾ ഡെക്കറേഷൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. ലൈറ്റ്സ് ഒക്കെ ഇങ്ങനെ അഴിച്ചെടുക്കുവാണ്. ഇത് മുമ്പ് ഉണ്ടായിരുന്ന ലൈറ്റാണ്, ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ലൈറ്റ്സ് ആണ്. ഇത് ചുറ്റി തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കയ്യിലുള്ള ലൈറ്റ്സ് ഒന്നും ഈ ട്രീയുടെ 7 അയലൊക്കത്ത് പോലും എത്തില്ല എന്ന്. അങ്ങനെ കയ്യിലുണ്ടായിരുന്ന ഫെയറി ലൈറ്റ്സും എല്ലാ ലൈറ്റ്സുകളും ഇതിനകത്ത് ഞാൻ ചുറ്റി എടുത്തു. പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാനെന്ന് പറഞ്ഞ പോലെ ആയിരുന്നു. പെട്ടെന്ന് തന്നെ തീർന്നു പോകുന്നുണ്ടായിരുന്നു. എല്ലാം വാം ടോണിലുള്ള ലൈറ്റ്സ് ആയിരുന്നു. അങ്ങനെ കയ്യിലുണ്ടായിരുന്ന ലൈറ്റ്സ് എല്ലാം ഓൾമോസ്റ്റ് ചുറ്റി അങ്ങനെ ഫിനിഷാക്കി. മുകളിലേക്ക് നോക്കിക്കേ, കുറച്ചൊരു ഡാർക്ക്നെസ് കണ്ടോ, കാരണം ഉള്ളിലേക്ക് അതിന് ചുറ്റാനുള്ള ലൈറ്റ്സ് തികഞ്ഞില്ല. എങ്കിലും ഞാൻ വിചാരിച്ചു പതിയെ ഡെക്കറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തേക്കല്ല, തീരത്തില്ല എന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ പതിയെ സ്റ്റാർട്ട് ചെയ്യുവാണ്. വൈറ്റ് വലിയ ബോൾസ് ആണ് ഇപ്പൊ ഹാങ് ചെയ്തിടുന്നത്. നല്ല ഡിസൈൻസ് ആയിരുന്നു. അത് ഫെജിയിൽ നിന്നായിരുന്നു ഞാൻ വാങ്ങിയിരുന്നത്. അവിടെ നല്ല ഡിസൈൻസിലുള്ള ഓർണമെന്റ്സുകളൊക്കെ ഉണ്ടായിരുന്നു. സാധാരണ എൻ്റെ ക്രിസ്മസ് ട്രീയിൽ ഞാൻ ചെയ്തെടുക്കുന്നതും അതുപോലെ ഒരു വാം ടോണിലൊക്കെ ആയിരിക്കും, അല്ലെ ന്യൂട്രൽ ടോണിലൊക്കെ ആയിരിക്കും. സാധാരണയായിട്ട് ഞാൻ റെഡ് കളറ് ട്രീയിൽ ഒഴിവാക്കും. കൂടുതലും ജൂട്ടിൻ്റെ ഫിനിഷ് അല്ല വൈറ്റ് അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു ട്രീയുടെ കളറ് വൈറ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് റെഡ് ഷെയ്ഡൊക്കെ നമുക്ക് എലമെന്റ്സ് ഒക്കെ ആഡ് ചെയ്യാം എന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ചെറിയ ഓർണമെന്റ്സുകളിലൊക്കെ ചെറിയ റെഡൊക്കെ ഉള്ളത് ഇങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ബെറീസും ഒക്കെ ആഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ മൗലവി എന്ന് പറഞ്ഞ ഒരു ഷോപ്പിൽ നിന്ന് എനിക്ക് കുറച്ച് ഇതുപോലെ നല്ല ക്യൂട്ടായിട്ടുള്ള ഓർണമെന്റ്സുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് ഞാൻ കുറച്ച് ഓർണമെന്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ സ്റ്റാർ എൻ്റെ കൂടെ വർഷങ്ങളായിട്ടുള്ള സ്റ്റാറാണ്. അതുപോലെ ഇത് കണ്ടോ, വെൽവെറ്റ് ബോൾസ് ആണ്. ഗ്രീന് റെഡ് വൈറ്റ് ആ ഒരു കോമ്പിനേഷനിലാണ് ഇപ്രാവശ്യത്തെ എൻ്റെ ക്രിസ്മസ് ട്രീ അറേഞ്ച് ചെയ്തത്. അതുപോലെ ഇതിൻ്റെ ത്രെഡെല്ലാം ഞാൻ കട്ട് ചെയ്തിട്ട് ഞാൻ റിബൺസ് വെച്ചിട്ടായിരുന്നു അതിന് ഹാങ് ചെയ്തിടാനായിട്ട് യൂസ് ചെയ്തത്. ഈ ഏഞ്ചല് പുതിയ ആളാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ട്രക്ക് കണ്ടോ, ഇതൊക്കെ പൊട്ടിപ്പോകുന്ന ടൈപ്പാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ വളരെ കെയർഫുൾ ആയിട്ടായിരുന്നു ഞാൻ ഹാങ് ചെയ്തിട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ ചെയ്തെടുത്തതും അതുപോലെ മുമ്പ് ഉണ്ടായിരുന്നതും പിന്നെ പുതിയതായിട്ടുള്ള കുറച്ച് മെമ്പേഴ്സും ഒക്കെ ചേർത്ത് ഞാൻ അങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ വെയിറ്റ് ചെയ്തിരുന്ന ആ ബോക്സ് എത്തി. ബിനോസിന്റെ ഫ്രണ്ട് എത്തി, എയർപോർട്ടിൽ പോയി ഇത് കളക്ട് ചെയ്തു. അങ്ങനെ പതിയെ അൺബോക്സിങ് ചെയ്യുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചത് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത് ക്രിസ്മസ് ക്യാൻഡിൽസ് ആണ്. ക്യാൻഡിൽ സ്റ്റാൻഡ്,
ഹാങ്ങിങ്. ഇത് കണ്ടോ, ജിഞ്ചർ ബ്രെഡ് സ്റ്റൈലിലുള്ള ഒരു സോപ്പ് ഡിസ്പെൻസറാണ്. നല്ല ഭംഗിയില്ലേ? ഈ സാന്താക്ലോസിനെ കണ്ടോ, വർഷങ്ങളായിട്ട് എൻ്റെ കൂടെയുള്ള സാന്താക്ലോസാണ്. ഇത് നമ്മുടെ ജിഞ്ചർ ബ്രെഡൊക്കെ സെറ്റ് ചെയ്യുന്ന ഗ്ലൂ, അതുപോലെ അങ്ങനെയുള്ള ഐറ്റംസ് ആണ് അതൊക്കെ. ഇത് കണ്ടോ, പൈൻ കോണിന്റെ ഷേപ്പിലുള്ള ഒരു ക്യാൻഡിൽ സ്റ്റാൻഡ്. ഇത് മെറ്റലാണ് കേട്ടോ. ഇവരെയൊക്കെയാണ് ക്രിസ്മസ് ട്രീ വെയിറ്റ് ചെയ്തിരുന്നത്. ഇതെല്ലാം സെറാമിക് ഐറ്റംസ് ആണ്. വളരെ ക്യൂട്ടായിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഇപ്രാവശ്യം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരെ എല്ലാം ഞങ്ങൾ ഓൺലൈനിൽ ഞങ്ങൾ 2 പേരും കൂടെ, ഞാനും വിനോശനും കൂടെ നോക്കി സെലക്ട് ചെയ്ത് എടുത്തതാണ്. അപ്പം എങ്കിലും ഈ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പം എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, ഞാൻ അറിയാത്ത എന്തെങ്കിലും ഒരു ഓർണമെൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐറ്റം വിനോശൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടാവും. അതിനു വേണ്ടി ഞാൻ നന്നായിട്ട് പരതുന്നുണ്ടായിരുന്നു. ഇതൊരു കോസ്റ്ററാണ് കേട്ടോ. കോസ്റ്ററിൻ്റെ 4 എണ്ണത്തിൻ്റെ ഒരു സെറ്റ്. വളരെ കെയർഫുൾ ആയിട്ടാണ് അപ്പൂസ് ഓരോന്നും ഓപ്പൺ ചെയ്യുന്നത്, കാരണം പൊട്ടുന്ന ഐറ്റംസ് ആയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ വിന്റർ വില്ലേജിലേക്കുള്ള ഒരു ഹൗസാണ്. നട്ട് ക്രാക്കറിന്റെ ഷേപ്പിലുള്ള ഹാങ്ങിങ്, അതുപോലെ ഔളിന്റെ ഷേപ്പിലുള്ള 3 ആൾക്കാരുണ്ടായിരുന്നു. ഇതൊരു ഫ്ലവർ വേസ് ആണ് കേട്ടോ, ഐക്യെന്ന് വാങ്ങിയതാണ്. ഇതെന്ത് ക്യൂട്ടാണെന്ന് നോക്കി. ഇപ്രാവശ്യത്തെ ക്രിസ്മസ് ട്രീ എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് കുറേ ആനിമൽസിന്റെ ഷേപ്പിലുള്ള ഐറ്റംസ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പർപ്പസ്ഫുള്ളി ചെയ്തതല്ല, അല്ലാതെ തന്നെ വന്നു ചേർന്നതാണ്. ഇത് കണ്ടോ, ക്യൂട്ടായിട്ടുള്ള ഒരു സ്വെറ്റർ, റെയിൻഡിയറിന്റെ ഫേസോട് കൂടിയ ഒരു സ്വെറ്റർ. ഇത് ഞാൻ വിനോശനും കൂടെ ഡിസ്കസ് ചെയ്യാതെ ആഡ് ചെയ്യാത്ത ഒരു ഐറ്റമാണ്. ഇതിന്റെ മിനിയേച്ചർ ആയിട്ടുള്ള ഒരു ട്രീ ഹാങ്ങിങ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് സർപ്രൈസ് ആയിപ്പോയി. ഇതൊരു ക്യാൻഡിൽ സ്റ്റാൻഡാണ് കേട്ടോ. ഇത് കുറേ നാളുകളായിട്ട് ഞാനിങ്ങനെ നോക്കി നടന്ന ഒരു ക്യാൻഡിൽ സ്റ്റാൻഡാണ്, ബ്രാസിന്റെ ക്യാൻഡിൽ സ്റ്റാൻഡ്. അപ്പം അതിന് 2 എണ്ണം വാങ്ങി. ഇപ്പം ക്രിസ്മസിന് ഡെക്കറേറ്റ് ചെയ്യുമ്പം, ടേബിളിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യുമ്പം 2 എണ്ണമായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാമല്ലോ. ഇതും ക്രിസ്മസ് ട്രീയിലെ ഒരു ഓർണമെന്റ് ആണ്. നോക്കി, ഇത് ക്യൂട്ടായിരിക്കുന്നതെന്ന്. അങ്ങനെ ഇവന്മാരൊക്കെയാണ് നമ്മുടെ പുതിയ ക്രിസ്മസ് ട്രീയിലെ സെലിബ്രിറ്റീസ് അല്ലേ. നാട്ടിലുള്ളതും ദുബൈയിലുള്ളതും ഒക്കെ ആൾക്കാരുണ്ടാവും ഇപ്രാവശ്യത്തെ ക്രിസ്മസ് ട്രീയില്. അപ്പോൾ ഈ തുറക്കുന്നത് ഒരു നട്ട് ക്രാക്കറിനെയാണ്. ഒരു ഒക്ടോബർ മാസം ആകുമ്പോൾ തൊട്ടേ ഞാൻ എൻ്റെ ക്രിസ്മസിന്റെ ഐറ്റംസ് എല്ലാം താഴെ ഇറക്കി വെക്കും. ഇത് ഫെജിയിൽ നിന്ന് മേടിച്ചാണ്. പുള്ളിക്കൊരു കൂട്ടിനായിട്ട് ഞങ്ങൾ ഇവനെയും കൂടെ ആഡ് ചെയ്തു. ഇത് റെഡ് ക്യാൻഡിൽസ് ആണ്. ഇത് സ്പാച്ചുല. ഇത് ലൈറ്റ്സ് ആണ്, ഫെയറി ലൈറ്റ്സ് ആയിരുന്നു ഇപ്പൊ കണ്ടത്. ഐറ്റമാണ് അത്. ജിഞ്ചർ ബ്രെഡ് ഹൗസിന് വേണ്ടിയുള്ള ഐറ്റമാണ്. ഇതും ജിഞ്ചർ ബിസ്ക്കറ്റ്സ് ആണ്. ഇതിന്റെ മാറ്റ് എൻ്റെ കയ്യിൽ 2 എണ്ണം ഉണ്ടായിരുന്നു. അപ്പം ഡൈനിങ് ടേബിളിലൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി 2 എണ്ണം കൂടെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഫ്രാഗ്രൻസ് ഉള്ള ചെറിയ ക്യാൻഡിൽസ്. ഇത് ഫ്രാഗ്രൻസ് ഇല്ലാത്ത ക്യാൻഡിലാണ് കേട്ടോ. അങ്ങനെ പുതിയ ലൈറ്റ്സ് എത്തിയിട്ടുണ്ട്. ഈ ലൈറ്റ്സ് ചുറ്റുന്ന കാര്യം ഓർത്തപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. ഞാൻ ഈ അറേഞ്ച് ചെയ്ത എല്ലാ ട്രീ ഹാങ്ങിങ്ങും ഓർണമെന്റ്സും നമ്മൾ അഴിച്ചെടുക്കേണ്ടതായിട്ട് വന്നു. കാരണം പലതും പൊട്ടുന്ന ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പം അത്
റിസ്ക് അല്ലേ, അത് വെച്ചോണ്ട് നമ്മൾ ലൈറ്റ് ചുറ്റാൻ പറ്റില്ലല്ലോ, ഉള്ളിലേക്കൊക്കെ ചുറ്റേണ്ടതായതുകൊണ്ട് അങ്ങനെ നല്ല മെനക്കെട്ട പരിപാടിയാണ് ട്രീയിൽ ലൈറ്റ് ചുറ്റുക, ട്രീ ഡെക്കറേഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കാലിന്റെയും നടുവിന്റെയും ഒക്കെ ഉപ്പാട് തരും. പക്ഷെ എങ്കിലും ഇതൊക്കെ വർഷത്തിൽ ഒന്ന് മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ലെ. ഇപ്പൊ ക്രിസ്മസ് ഒക്കെ വർഷത്തിൽ ഒന്ന് വരുന്നു. ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ, അതുപോലെ ഇതെല്ലാം പ്രസന്റ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ട് എന്ന് പറഞ്ഞാൽ അത് നമ്മളെ ഒത്തിരി സന്തോഷം തരും. അപ്പൊ നമ്മുടെ ഈ ക്ഷീണം എല്ലാം പമ്പ കിടക്കും. അങ്ങനെ ലൈറ്റ്സ് ചുറ്റാൻ തന്നെ നല്ല കഷ്ടപ്പാടായിരുന്നു. ഇതൊക്കെ ഞങ്ങൾ ദുബൈയിലായിരിക്കുമ്പോൾ ഞാനും ബിനോയ്സനും മക്കളും എല്ലാവരും കൂടെ ചേർന്ന് ചെയ്യുന്നതായിരുന്നു. അപ്പൊ ബിനോയ്സൻ വരുന്നത് ആ ക്രിസ്മസ് ടൈമിലേ എത്തത്തുള്ളൂ. അപ്പൊ ഞങ്ങൾ ഇതെല്ലാം തനിയെ ചെയ്യുവാണ്. ഇതാണ് ട്രീ ക്രൗണ്, ട്രീ ടോപ്പർ എന്ന് പറയും. അപ്പൊ അത് സ്റ്റോൺസ് ഒക്കെ ഉള്ളതായിരുന്നു. ഇത് ഇവരെയൊക്കെ ഞാൻ അൺബോക്സിങ്ങിൽ കാണിച്ചിരുന്നു, എങ്കിലും ഒന്നുകൂടെ കാണിച്ചു തരുവാണ്. ഈ ഫാമിലിയിൽ ഒരാളും കൂടെ വേണമായിരുന്നെങ്കിലേ ശരിക്കും ഞങ്ങളുടെ ഫാമിലി ആകത്തുള്ളൂ. വളരെ ക്യൂട്ടായിട്ടുള്ള കുറച്ച് പുതിയ ആൾക്കാരെ ആഡ് ചെയ്യുന്നതാണ് ഇനി നമ്മൾ കാണുന്നത്. ഇതേ കണ്ടോ, ഇതാണ് ആ വലിയ ഡോഗിന്റെ മിനിയേച്ചർ പരുവം. പലപ്പോഴും ഞാൻ പൈൻ കോൺസും അല്ലെങ്കിൽ പുതിയ പുതിയ ഐറ്റംസ് ഒക്കെ ഞാൻ സ്റ്റിക്സ് വെച്ചിട്ടും വുഡ് വെച്ചിട്ടും ഒക്കെ ഞാൻ ചെയ്തെടുക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. കുറച്ചൊക്കെ ഓർണമെന്റ്സേ ഉണ്ടാവുള്ളൂ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിയത്. ഇത് അല്ലൂസ്, എൻ്റെ രണ്ടാമത്തെ മോൻ, ബാംഗ്ലൂർ ട്രിപ്പ് പോയപ്പോഴത്തേക്ക് അവൻ എനിക്ക് വാങ്ങിച്ചുകൊണ്ട് തന്നതാണ്. ട്രീ ഹാങ്ങിങ് ആണ്. അവനറിയാം അമ്മയുടെ ക്രിസ്മസ് വട്ടിനെ കുറിച്ച്. അപ്പം അതും ഇവിടെ ഹാങ് ചെയ്തിടുവാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ആയിരുന്നു ഇത്. ഇതൊക്കെ ബിനോശം കൊടുത്തു വിട്ടതാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഔള്. കണ്ടോ, 3 ഷെയ്ഡിലാണ് ഈ ഓരോ ഓർണമെന്റ്സും. ഒരു പാക്കറ്റിൽ ഈ 3 പേരായിരുന്നു. അങ്ങനെ ക്രിസ്മസ് ട്രീ എല്ലാം ഡെക്കറേറ്റ് ചെയ്ത് ഫിനിഷാക്കി. ഈ നോയലിന് എഴുതിയ പോസ്റ്റ് ബോക്സ് ഉണ്ട്. ഇതൊക്കെ വർഷങ്ങളായിട്ട് എൻ്റെ കൂടെ ഉള്ളതാണ്. അങ്ങനെ ഒരു മിറർ ഒക്കെ വെച്ചിട്ടുള്ളത് കൊണ്ട് മിററിലൂടെ നമ്മുടെ ട്രീ കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ട്രീ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിനതിലെ ഏത് ഓർണമെന്റ് ആണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടെന്നുള്ളത് കമന്റിലൂടെ എന്നെ അറിയിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇപ്രാവശ്യത്തെ ക്രിസ്മസിന് ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അടുത്ത ഒരു വീഡിയോ വരുന്നതായിരിക്കും. വെയിറ്റ് ചെയ്ത് നിങ്ങൾ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.